ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ബിജു ചേട്ടൻ ജോത്സ്യനാണോ എന്ന്. കഴിഞ്ഞ ദിവസം ബിജു ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, കോക്രോച്ച് ജനതാ പാർട്ടി വരും, അവർ പ്രതിഷേധം ഉണ്ടാക്കും, എന്നിട്ട് അവർ അടികൊള്ളുമ്പോൾ അവർ പറയാൻ പോകുന്ന ഒരു കാര്യമുണ്ട്, ഇതിനിടയിൽ സംഘപരിവാറുകാർ നുഴഞ്ഞു കയറിയെന്ന്. ഇന്നലെ ധ്രുവരാത്തി ഒരു വീഡിയോ ഇട്ടു വൈകുന്നേരം, അതിന് 3,62,000 ലൈക്കുണ്ട്. ഇയാൾ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ബിജു ചേട്ടൻ പറഞ്ഞ പോയിന്റാണ് അവ ആദ്യം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നാളെ നമ്മൾ ജന്തർ മന്ദറിൽ ഒന്നിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ പ്രതിഷേധത്തിൽ പകച്ച് സർക്കാർ ചെയ്യാൻ പോകുന്നത്, ഇതിനകത്തേക്ക് സർക്കാർ വാല ഗുണ്ടകളെ അയക്കാനായിട്ട് അവർ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് അയാൾ പറയുന്നുണ്ട്. അയാൾ 3 കണ്ടീഷൻസ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ധ്രുവരാത്തി പറയുകയാണ്, നിങ്ങൾ സദാസമയവും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉയർത്തിപ്പിടിക്കുക, നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓൺ ആക്കി തന്നെ വെച്ചിരിക്കുക. അങ്ങനെ ഓണാക്കി വച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ ആരെങ്കിലും കല്ലെറിയുകയോ കുപ്പി എറിയുകയോ ചെയ്താൽ നമുക്ക് അവരെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും, അങ്ങനെ നമുക്ക് സംഘപരിവാറിനെ പൊളിക്കാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ പ്രതിഷേധം വളരെ സൈലന്റ് ആണ്, അത് വയലന്റ് അല്ല. ഈ പ്രതിഷേധത്തിന് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ വരേണ്ടത് കുറുവടിയും പെപ്പർ സ്പ്രേയുമായിട്ടൊന്നുമല്ല, കയ്യിൽ ഒരു ബൊക്ക കൊണ്ടുവരണം. പിന്നെ നിങ്ങൾ വരേണ്ടത് ഒരു കയ്യിൽ ഒരു വെളുത്ത തുണി കൊണ്ടുവരണം, പീസാണ്, വെളുത്ത തുണി കൊണ്ടുവരണം. പോലീസുകാർ നിങ്ങളെ ആക്രമിക്കാൻ വല്ലതും ശ്രമിച്ചാൽ നിങ്ങൾ അത് പോലീസിന് നേർക്ക് നീട്ടണം. ഇത് വേറൊന്നിനുമല്ല, ഈ പോലീസുകാരുടെ വീട്ടിലും മക്കളുണ്ട്, അവരുടെ മക്കളും ഇത് കണ്ട് പഠിക്കണം. അതുകൊണ്ടാണ് അത്രയ്ക്ക് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാണ് ഞങ്ങൾ എന്ന് പറയുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അയാളുടെ മൂന്നാമത്തെ നിർദ്ദേശം, നിങ്ങൾ വരുമ്പോൾ, അതായത് നിങ്ങൾ ജെൻസി കുട്ടികൾ വരുമ്പോൾ നിങ്ങളുടെ അച്ഛന്മാരെയും അമ്മമാരെയും കൂടെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പക്ഷേ ഓഫ് കോഴ്സ് ഇതൊരു ജെൻസി പ്രൊട്ടസ്റ്റ് ആണ്, പക്ഷേ ഇതിൽ മോട്ടിവേറ്റായി ബാക്കിയുള്ള അച്ഛനും അമ്മമാരെല്ലാം തെരുവിലേക്ക് ഇറങ്ങുന്നെങ്കിൽ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ധ്രുവരാത്തിയുടെ ഒരു വീഡിയോ, ഒരു 1.5 മിനിറ്റുള്ള വീഡിയോ. ഇന്ന് രാവിലെ അഭിജിത് ദീപ് കെ ഡൽഹി എയർപോർട്ടിൽ വന്നല്ലോ, ബീച്ചേട്ട ശ്രദ്ധിച്ചായിരുന്നു? ഇവൻ വന്നപ്പോ ഇവന്റെ ചുറ്റും ഈ പാറ്റകള് ഈ ഫോൺ ഓണാക്കി പിടിച്ച് നിൽക്കുകയായിരുന്നു, ആരെങ്കിലും നുഴഞ്ഞു കയറുന്നുണ്ടോ നോക്കാനായിട്ട്. ഫോൺ ഇങ്ങനെ. അപ്പോ ഏഷ്യാനെറ്റ് ന്യൂസിലെ പ്രശാന്ത് രഘുവംശം പറയുന്നുണ്ടായിരുന്നു, അതാ നിമ്മി നോക്കൂ, ഫോൺ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാറ്റകൾ അവിടെ സാഗൂതം വീക്ഷിക്കുകയാണെന്ന് പറഞ്ഞൊരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അയാൾ വന്ന് അയാൾ അപ്പൊ തന്നെ പോലീസ് പോയി കണ്ടു. പോലീസ് സത്യം പറഞ്ഞ ആനയിച്ചു കൊണ്ടുവരികയായിരുന്നു കേട്ടോ. അയാൾ ആനയിച്ചു കൊണ്ടുവന്നു. രാവിലെ ആയപ്പോ പ്രതിഷേധത്തിന് അനുമതിയും കൊടുത്തു. വല്ലാത്ത ചെയ്ത്തായിപ്പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്നിട്ട് ഇപ്പോ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത, ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കാൻ ഇപ്പോൾ വേണ്ടത്ര ആൾക്കാരില്ല എന്നാണ് പറയുന്നത്, എന്നാണ് നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങളിൽ ഞാൻ കണ്ട റിപ്പോർട്ടുകളിൽ പറയുന്നത്. എന്തായാലും വൈകുന്നേരം 5 മണി വരെ ഉണ്ട് പ്രതിഷേധം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഈ പാറ്റകളുടെ ഈ പ്രതിഷേധം ഏത് രീതിയിലേക്ക് വ്യതിചലിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമാധാനപരമായിട്ട് അവന്മാര് ഒരു കാരണവശാലും പ്രതിഷേധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല. ഇവിടെ വയലന്റ് ആയിട്ട് പ്രതിഷേധിച്ചിട്ട് പോലും നരേന്ദ്രമോദിക്ക് ഒരു കുലുക്കവും സംഭവിച്ചിട്ടില്ല. പിന്നെ സമാധാനപരമായിട്ട് ഇവർ എന്താണ് നടത്താൻ പോകുന്നത് എനിക്കറിയില്ല. അതൊരു കാര്യം. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് വേറൊരു വാർത്ത കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യണം ബിജു ചേട്ടാ. അത് നമ്മുടെ അണ്ണാമലയെ കുറിച്ചാണ്. അദ്ദേഹം നമ്മുടെ BJP പാർട്ടി വിട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഔദ്യോഗികമായി അത് പുറത്ത് പറഞ്ഞിരിക്കുന്നു. പോരാത്തതിന് അദ്ദേഹം തമിഴ്നാട്ടിലെത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന് കിട്ടുന്ന സ്വീകാര്യത, ആ എയർപോർട്ടിൽ വിജയ് ഒക്കെ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന ആ ഒരു ക്രൗഡാണ് അത്. ഞാൻ എൻ്റെ വീട്ടുകാരടക്കം നമ്മളിത് TV-യിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു ബന്ധു പറയുകയാണ്, ഇയാൾക്ക് എന്ത് ക്രൗഡാണ്, എന്ത് ജനങ്ങളാണ് ഇയാളെ സ്വീകരിക്കാൻ എന്നിങ്ങനെ പറയുകയാണ്. ഭയങ്കരമായിട്ടുള്ള ക്രൗഡാണ് അണ്ണാമലയെ സ്വീകരിക്കാനുള്ളത്. അണ്ണാമലയെ പറഞ്ഞിരിക്കുന്നത് അടുത്ത 5 കൊല്ലം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിൽ മത്സരിക്കും, അതിന് കുറച്ച് കഷ്ടപ്പാടുണ്ട്, ടെക്നോക്രാറ്റ്സ് അങ്ങനെയുള്ള പല ആൾക്കാരെയും, അഭ്യസ്തവിദ്യരായിട്ടുള്ള ആൾക്കാരെ ഞങ്ങളെ പാർട്ടിയിലേക്ക് ഞങ്ങൾക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചേർത്ത് ഞങ്ങൾ ഒരു വലിയ മൂവ്മെന്റ് ആയിട്ട് ഇത് തുടങ്ങുകയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് BJPയുടെ ഒരു B ടീമാണെന്നാണ് ഇപ്പോൾ കേരളത്തിലെ സുഡാപ്പികൾ വലിയ രീതിയിൽ ആക്രോശിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2 വാർത്തയുടെ വസ്തുത എന്താണ്? ഇവിടെ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ BJPക്ക് എതിരായിട്ട് 3 അപ്പന്മാർ ഉയർന്നു വന്നു. ഡാഡി, കാരണം ഇപ്പൊ പ്രതിപക്ഷത്തിന്റെ മെയിൻ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ തന്തമാരെ പോയിക്കൊണ്ടിരുന്ന 3 തന്തമാർ. ആദ്യത്തെ തന്ത എന്ന് പറയുന്നത് വിജയ് ആയിരുന്നു. TVK മുഖ്യമന്ത്രി, തമിഴ്നാട് മുഖ്യമന്ത്രി നമ്മുടെ വിജയ് ജോസഫ് വിജയ് ആയിരുന്നു. രണ്ടാമത്തേത് ശ്രീ അണ്ണാമലയായിരുന്നു. മൂന്നാമത്തേത് കോക്രോച്ച് പാർട്ടിയായിരുന്നു. 3 പേരെയും അവർ അച്ഛന്മാരായി കണ്ടു. പക്ഷെ വിജയ് വന്നപ്പോഴേക്കും കാര്യങ്ങൾ മാറി പറഞ്ഞു. ഇവിടുത്തെ സുഡാപ്പികൾ കരച്ചിൽ തുടങ്ങി. ഇത് BJPയുടെ കളിയാണ്, അവര് തമിഴ്നാട് രാഷ്ട്രീയം, ദ്രാവിഡ പൊളിറ്റിക്സ് പൊളിക്കാനായിട്ട് വിജയെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു വലിയ കരച്ചിൽ തുടങ്ങി. അതിനുശേഷം പിന്നെ അണ്ണാമലയായിരുന്നു. ശ്രീ അണ്ണാമല പാർട്ടിയിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇവരുടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അണ്ണാമല BJP ഒന്നും പറഞ്ഞില്ല, മാന്യമായിട്ട് പോയി. BJPക്കാരും അണ്ണാമലയെ തെറി വിളിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല.
ഇത് സന്ദീപ് വാര്യർ പോയപ്പോഴും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ആ സന്ദീപ് വാര്യർ അവിടെ കിടക്കുന്ന ഇനി ആ പ്രേക്ഷകരോട് പറയാനുള്ളത്, ധനുഷിന് ഓർമ്മ കാണത്തില്ല, ഒരുപക്ഷെ ധനുഷിന്റെ കുഞ്ഞു കാലത്ത് ഈ പാർട്ടിയിൽ ഒരു വലിയ നേതാവ് പോയി BJP-യിൽ. അന്ന് BJP വളരെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ എൽക്കാദിനോട് കാലം 2005 കുമാരി ഉമാഭാരതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലൊരു ലീഡർ ഇന്നും BJP-ക്ക് ഇല്ല എന്ന് ഞാൻ അസന്നിഗ്ധം പറയാം. ആരും ഇതുവരെ അങ്ങനത്തെ ഒരു ലേഡി ലീഡർ ഇതുവരെ വന്നിട്ടില്ല. അന്ന് ഒന്നുമില്ലാതിരുന്ന കാലത്ത് ഒരു ആണിനോളം, ഒരു പുരുഷ നേതാവിനോളം പോകുന്ന കരുത്തും പ്രസംഗത്തിൽ മാത്രമല്ല പ്രവൃത്തിയിലും ഒക്കെ ഉണ്ടായത് ഒരു വലിയ നേതാവ് തന്നെ. ഉത്തരേന്ത്യയിലൊക്കെ ഒരുപാട് ഫാൻ ബേസ് ഉള്ളൊരു നേതാവാണ് അന്നത്തെ കാലത്ത്. സോഷ്യൽ മീഡിയ ഒന്നും അന്നത്ര ആക്റ്റീവ്. അന്ന് അവർ പോകുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് പുറത്താക്കുകയായിരുന്നു പാർട്ടി. അത് പോകാനുള്ള കാരണം നിരന്തരം പാർട്ടിയെ വിമർശിക്കുക മാത്രമായിരുന്നില്ല. അദ്വാനി വാജ്പേയിയും പങ്കെടുത്ത യോഗത്തിൽ ഇവര് അദ്വാനിയെ ചീത്ത വിളിച്ചുകൊണ്ടാണ് ഇറങ്ങിപ്പോയത്. ഇതൊക്കെ അന്നത്തെ കുറച്ച് പരിമിതമായ വിഷ്വൽ മീഡിയാസ് ഉള്ളെങ്കിൽ അതൊക്കെ കാണിച്ചിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് പത്രക്കാർ അദ്വാനിയോട് ചോദിച്ചു, താങ്കളെയൊക്കെ ഭയങ്കര മോശമായിട്ടാണല്ലോ നാട് നീളെ ഉമാഭാരതി പറയുന്നത് എന്ന് പറഞ്ഞപ്പോ അദ്വാനി കൊടുത്തൊരു മറുപടി ഉണ്ട്. അദ്വാനി പറഞ്ഞു, ഉമാഭാരതി എനിക്ക് എന്റെ മകളെ പോലെയാണ്. ഒരു മകൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി അച്ഛനത് തള്ളിക്കളയാൻ കഴിയുമോ, അല്ലെങ്കിൽ അവരോട് വിരോധം വെച്ചു പുലർത്താൻ കഴിയുമോ, ഏതെങ്കിലും അച്ഛന് കഴിയുമോ അത് എന്ന് ചോദിച്ചു. പത്രക്കാർക്ക് പിന്നെ ഒന്നും പറയാൻ കഴിയും. അങ്ങനെ ഉമാഭാരതി പോയി. ഈ രാജ്യത്ത് വലിയ സംഭവങ്ങളൊന്നും വന്നില്ല, ഒരു പാർട്ടിക്കാരും അവരെ ചീത്ത വിളിച്ചില്ല. എന്നാൽ ഉമാഭാരതി എന്ന് വെച്ചാൽ അന്നത്തെ ഒരു ഫയർ ബ്രാൻഡാണ്, ഒരു വലിയ നേതാവാണ് BJP-യുടെ. അവരുടെ കൂടെ ചില BJP-ക്കാരും പോയി, സ്വാഭാവികമാണല്ലോ അത്. പോയി 2009 കല്യാൺ സിംഗ്, BJP-യുടെ ആദ്യത്തെ UP മുഖ്യമന്ത്രി കല്യാൺ സിംഗ് പാർട്ടി വിട്ടു. പാർട്ടി വിട്ടു കഴിഞ്ഞപ്പോഴും വലിയ രീതിയിൽ ഒരു ചർച്ചയൊക്കെ ആയിട്ട് പ്രതിപക്ഷം കൊണ്ടുവന്നു, പത്രക്കാർ കൊണ്ടുവന്നു. BJP-ക്കാരും അവരെ ചീത്ത വിളിച്ചില്ല. ശത്രുഘ്ന സിൻഹ പോയി, യശ്വന്ത് സിൻഹ പോയി, ജസ്വന്ത് സിംഗ് പോയി, അരുൺ ഷൂറി പോയി. ഇവരാരെങ്കിലും ഒക്കെ പോയിട്ടും ഒരു അക്ഷരം പോലും ഒരു BJP-യുടെ മെമ്പറും അവരെ ചീത്ത വിളിച്ചില്ല. ഏറ്റവും കൂടി നമ്മുടെ കേരളത്തിൽ നിന്ന് രാമൻപിള്ള സാറ് പോയി. അദ്ദേഹം ജനപക്ഷം എന്ന് പറഞ്ഞൊരു പാർട്ടി രൂപീകരിച്ചു. ഇപ്പൊ അദ്ദേഹം BJP ഉണ്ട്. അപ്പൊ അന്ന് പോയി. അന്ന് അങ്ങനെ അദ്ദേഹത്തിനെതിരെ ആരും ആക്രോശിച്ച പാർട്ടി പ്രവർത്തകർക്കിടയിൽ ചില മുറിവുറുപ്പൊക്കെ ഉണ്ടായെങ്കിൽ പോലും അദ്ദേഹത്തിനെതിരെ ഒന്നും പറഞ്ഞില്ല. സന്ദീപ് വാര്യർ പോയി. സ്വാഭാവികമായും BJP-ക്കാർ ചീത്ത വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് അത് സന്ദീപ് വാര്യർ എരന്ന് വാങ്ങിച്ചതാണ്. അങ്ങോട്ട് പോയി ചൊറിയുമ്പോൾ സ്വാഭാവികമായി തന്നെ തിരിച്ചു കിട്ടും. പോകുന്നവർ കാണിക്കുന്ന ഒരു മാന്യത അവർ തിരിച്ചും കാണിക്കാറുണ്ട്. അതല്ലാതെ അവർ കൊല്ലുകയോ തിന്നുകയോ ഒന്നും ചെയ്യാറില്ല. പോകുന്നവർ കാണിക്കുന്ന ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോയത് അണ്ണാമലയാണ്. ഞാൻ നോക്കിയിട്ട് ഉമാഭാരതി പോയതോണക്കോ കല്യാൺ സിംഗ് പോയതോണക്കോ ഒക്കെ ഉള്ള ഒരു സംഭവം ഒന്നും അണ്ണാമല പോകുമ്പോഴില്ല. ശരിക്കും അണ്ണാമല തമിഴ്നാടിനെ ബേസ് ചെയ്തിട്ടൊരു നേതാവ് മാത്രമാണ്. പക്ഷെ ഉമാഭാരതി അങ്ങനെയല്ല, പാൻ ഇന്ത്യൻ ആണ്. ശത്രുഘ്ന സിൻഹ കുറഞ്ഞ പക്ഷെ ഹിന്ദി ബെൽറ്റിലെ വലിയ താരമാണ്. അപ്പൊ ഇവരെല്ലാം പോകുമ്പോഴുണ്ടാകുന്ന ഒരു എഫക്റ്റ് എന്തായാലും അണ്ണാമല പോകുമ്പോൾ അത്ര ഒരു പാൻ ഇന്ത്യൻ അല്ല അദ്ദേഹം എന്നുള്ളതാണ്. പിന്നെ അണ്ണാമല പോയതും വളരെ മര്യാദക്കാരനായിട്ട് വളരെ അദ്ദേഹം BJP-ക്കെതിരെ പറഞ്ഞില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അദ്ദേഹത്തിന്റെ രാജിക്കത്തിൽ അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, DMK-യും BJP-യും ഒരുപോലെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു വിമർശനമാണ്. പിന്നെ ഈ തെറി വിളിക്കുക എന്നുള്ളതല്ലല്ലോ, മാന്യമായി വിമർശിക്കാം. അദ്ദേഹത്തിന് അവകാശമുണ്ട് മാന്യമായി വിമർശിക്കാൻ. അത് ഞാൻ ഇപ്പോഴും അണ്ണാമല ഉയർത്തിപ്പിടിക്കുന്ന ഇപ്പോഴത്തെ പൊളിറ്റിക്സിന് ഞാൻ അനുകൂലമാണ്. ദേശീയതയാണ് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നതെങ്കിൽ, രാഷ്ട്ര നന്മയാണ് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നതെങ്കിൽ ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം BJP ചീത്ത വിളിക്കുന്നുണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചീത്ത വിളിക്കുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യം, അത് രാഷ്ട്രീയമാണ്. അതാണ് അണ്ണാമലയുടെ കേസ്. ഇനി നമുക്ക് പാർട്ടികളിലേക്ക് വരാം. പാർട്ടികളിൽ ഇന്നലെ വൈകുന്നേരം വരെ എല്ലാവരും കരുതിയിരുന്നു, ഇന്ന് ചാനലുകളുടെ ഒരു ചാകര കാലം കണക്കാണ് ഇവിടെ. ഈ ജന്തർ മന്ദറിൽ എല്ലാ ചർച്ച നടക്കുന്ന ചാനൽ ഉൾപ്പെടെ എല്ലാവരും വന്നിട്ടുണ്ട്. ലീവുള്ള ക്യാമറാമാന്റെ ലീവും ക്യാൻസൽ ചെയ്തിട്ടാണ്, പനി പിടിച്ച ക്യാമറാമാൻ അവിടെ, ഞാൻ പേരൊന്നും പറയുന്നില്ല, അവര് വരെ അവിടെ ക്യാമറ നോക്കി നിൽപ്പുണ്ട്. അപ്പൊ എന്തോ സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് രാവിലെ വരുന്നു. പെട്ടെന്ന് തന്നെയാണ് ഈ ഡൽഹി പോലീസിന്റെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ദില്ലി പോലീസ് പറയുന്നു, നിങ്ങൾക്ക് ചില ഉപാധികളോടെ പെർമിഷൻ തരാം. ശരിക്കും പറഞ്ഞാൽ നിയമം എന്ന് പറഞ്ഞാൽ 7 ദിവസം മുമ്പ് അപേക്ഷിച്ചാൽ മാത്രമേ ഈ പെർമിഷൻ കിട്ടൂ. പക്ഷെ അത് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ചില ഉപാധികളോട് കൂടി നിങ്ങൾക്ക് പെർമിഷൻ തരാന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വേറൊരു സംശയം വരുന്നു. 3 ദിവസം മുമ്പ് ഇതിന്റെ വക്താവ് ഒരു പത്രസമ്മേളനം നടത്തി. അപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, നിങ്ങൾ പെർമിഷൻ ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലല്ലോ. ഇല്ല, ഞങ്ങൾ അന്നത്തെ ദിവസം മാത്രമേ അപേക്ഷിക്കൂ. അന്നത്തെ ദിവസം അപേക്ഷിച്ച ദില്ലി പോലീസ് അത് അപേക്ഷ സ്വീകരിക്കുമോ? അവർ സ്വീകരിക്കും, ഞങ്ങൾക്ക് പെർമിഷൻ തരും എന്ന് അദ്ദേഹം അത് പറഞ്ഞു. ഇന്ന് ദില്ലി പോലീസ് അപ്പോൾ തന്നെ ഏതാണ്ട് ഒരു സംശയത്തിന്റെ നിഴലിലാണ്. ഇതൊരു ഒത്തുകളിയാണോ എന്നൊരു സംശയം അവിടെ നിൽക്കുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, വലിയ കേന്ദ്രസേനയുടെയും പോലീസിന്റെയൊക്കെ വലിയ അകമ്പടിയുടെ കൂടെയാണ് ഈ അഭിജിത്ത് ആപ്തെ ദീപ്ത ഇവിടെ വരുന്നത്. ഇനി അഭിജിത്തിനെ കുറിച്ച് മറ്റൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. ഈ അഭിജിത്തിനെ അമേരിക്ക പുറത്താക്കിയതാണ്. കാരണം അവിടെ ഒരു നിയമമുണ്ട് അമേരിക്കയിൽ. അവിടെ വിദ്യാർത്ഥി വിസയിലാണ് ഇദ്ദേഹം പോയിരിക്കുന്നത്. അവിടെ ഈ വിദ്യാർത്ഥി വിസയിൽ ഇരുന്നുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ അവർക്ക് ഡീപോർട്ട് ചെയ്യാനുള്ള നിയമമുണ്ട്.
അങ്ങനെ ഡീപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. വേണമെങ്കിൽ ഇന്ത്യയിലെ പോലീസിന് ആ പേരിൽ തന്നെ ഇവിടെ അറസ്റ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ ആ പോലീസ് അറസ്റ്റ് ചെയ്തില്ല. അദ്ദേഹത്തിന് വേണ്ട സംരക്ഷണം ഒരുക്കിക്കൊണ്ട് ജന്തർ മന്ദിറിലേക്ക് പോകുന്നു. അപ്പോൾ തന്നെ ഈ പാർട്ടികൾ ഒരു ആഹ്വാനം നടത്തുന്നു. നിങ്ങൾ ഇനി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഒത്തുകൂടാനായിരുന്നു ആഹ്വാനം. അത് വേണ്ട, കാരണം അവിടെ ഒത്തുകൂടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അറസ്റ്റ് നടക്കുകയാണെങ്കിൽ ഇവിടെ പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കുമല്ലോ കൊണ്ടിരുന്നത്, പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും കൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് മുമ്പിൽ ഒരു ബഹളം ഉണ്ടാക്കാനാണ് അവിടെ ഒത്തുകൂടാൻ പറഞ്ഞത്. അവിടെ ഒത്തുകൂടണ്ട, നിങ്ങൾ എല്ലാവരും ജന്തർ മന്ദിറിലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞു. ജന്തർ മന്ദിറിൽ പോയി ആള് വളരെ കുറവാണ്. വാൻചുക്കി നടത്തിയ പ്രതിഷേധത്തിന്റെ അത്ര ആള് പോലും ഇതിനില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ആള് കുറവാണ്, ഇപ്പോൾ ചൂട് കാലമാണ്, ചിലപ്പോൾ ആള് ഇതൊക്കെ വരുമായിരിക്കും. അപ്പം മാധ്യമങ്ങൾ പറയുന്നത് വൈകിട്ട് 5 മണി വരെ ഉണ്ട്, അതുകൊണ്ട് തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേനും ആള് കൂടുമായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഇപ്പോൾ ഇതിനെ പിന്തുണച്ച കോൺഗ്രസ്, RJD, സമാജ്വാദി പാർട്ടി, തൃണമൂൽ തുടങ്ങിയ പാർട്ടികളെല്ലാം ഉൾവലിഞ്ഞു. അവർ അവര് പറയുന്നത് ഇതെല്ലാം BJPയുടെ കളികളാണ്, BJPയുടെ ബി ടീമാണ് ഈ പാർട്ടികൾ, BJPയുടെ ബി ടീമാണ് അണ്ണാമലൈ, BJPയുടെ ബി ടീമാണ് വിജയ്. ഇത് BJP കളിക്കുന്ന കളിയാണ്, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെ ഇല്ലാതാക്കാൻ, അവരെ ദുർബലപ്പെടുത്താൻ. അതിനവർ പറയുന്ന ന്യായീകരണം, പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യയിൽ ഉയർത്തുന്ന എല്ലാ കാരണങ്ങളും പാർട്ടികൾ ഉയർത്തുന്നുണ്ട്. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ, പാർട്ടികൾ ക്ലച്ച് പിടിച്ചാൽ ആര് തീരും? BJP അല്ല തീരുന്നത്, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളാണ് തീരുന്നത്. കാരണം BJP വിരുദ്ധ വോട്ടുകൾ പാർട്ടികളിലേക്ക് പോകും. കോൺഗ്രസ് തീരും, കമ്മ്യൂണിസ്റ്റ് തീരും, RJD തീരും, SP തീരും, എല്ലാവരും തീരും. ഇത് അവർ തിരിച്ചറിയുന്നുണ്ട്. ഇത് അവർ പലപ്പോഴായിട്ട് അവർ കണ്ടിട്ടുണ്ട്. അവർ പറയുന്ന അണ്ണാ ഹസാരുടെ സമരം, ആ സമരം കൊണ്ട് നേട്ടമുണ്ടാക്കിയത് BJP, പിന്നെ കുറച്ച് നേട്ടം ആം ആദ്മി ഉണ്ടാക്കി. എന്നിട്ട് ഇപ്പോൾ ആം ആദ്മി എവിടെ? പതുക്കെ BJP വിഴുങ്ങി. അവർ പറയുന്നത് പാർട്ടിയെ ആദ്യം ശിഥിലമാക്കുക, പിന്നീട് അവരെ വളരെ എളുപ്പത്തിൽ വിഴുങ്ങുക എന്നുള്ളത് BJPയുടെ രീതിയാണ്. അതുകൊണ്ട് BJPയുടെ ഒരു പ്ലാനാണ്. അതുകൊണ്ട് പാർട്ടികളുടെ പുറകിൽ പോകരുതേ എന്നാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ള ബുദ്ധിജീവികൾ, ജമാഅത്തെ ഇസ്ലാമിക്കാര്, SDPIക്കാർ, അങ്ങനെ വേണ്ട സകലരും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അവരാരും ഇപ്പോൾ പ്രത്യക്ഷത്തിലില്ല. അവർ പ്രതീക്ഷിച്ചിരുന്നത് കുറഞ്ഞ പക്ഷം ഡൽഹി പോലീസ് ഇതിന് പെർമിഷൻ കൊടുക്കില്ല, പാർട്ടികളെല്ലാം കൂടെ ഇളകും, ഒരു സംഘർഷം ഉണ്ടാകും, ഒരു കലാപം ഉണ്ടാകും. അങ്ങനെ വന്നാൽ സ്വാഭാവികമായി അത് 2 ദിവസത്തേക്ക് കത്തിക്കാനുള്ള വകുപ്പ് ഉണ്ടാവും എന്ന് കരുതി. പക്ഷെ ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, ഈ അഭിജിത്ത് ദീപ്കെ ആനയിച്ചുകൊണ്ട് ജന്തർ മന്ദിറിൽ എത്തുന്ന കാഴ്ചയാണ് കണ്ടത് പോലീസ്. രണ്ടാമത്തെ കാര്യം, മെറ്റൽ ഡിറ്റക്ടറൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് മുഖേനയാണ് ആളുകൾ, പ്രതിഷേധക്കാർ കടന്നു പോകുന്നത്. 1000 പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. 1000 ഒക്കെ കുറവാണ് ധനുഷ. അവിടെ റിപ്പബ്ലിക് ഡേക്ക് പോലും 10,000 or 5,000 ഒക്കെ അവിടെ വിന്യസിക്കുന്നതാണ്. അപ്പോഴാണ് 1000 പോലീസുകാർ. സത്യം പറഞ്ഞ പോലീസുകാരെ കണക്കെടുക്കുമല്ലോ എത്ര പേര് വരാൻ സാധ്യതയുണ്ട്. 10 or 20 1000 പോലീസ് വലിയ കണക്കാ. അല്ല, ഇന്നലെ ദില്ലി പോലീസിന്റെ റിപ്പോർട്ട് 1000 പേരെ വിന്യസിക്കുന്നൊരു ഏതോ ഒരു നാഷണൽ മീഡിയസ് കണ്ടപ്പോഴേ ഞാൻ കരുതി, ധനുഷ് പറഞ്ഞ പോയിന്റ് തന്നെ ഞാനും ശ്രദ്ധിച്ചത്. 1000 പോലീസുകാരെ വിന്യസിക്കുകയാണെങ്കിൽ ഇതിനകത്ത് വലിയ ആളൊന്നും കാണുന്നത്. കാരണം അവർക്കൊരു ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടുമല്ലോ, എത്ര പേര് ഏകദേശം വരാൻ സാധ്യതയുണ്ട്. 1000 പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ ഒരു ചെറിയ പ്രതിഷേധത്തിലുള്ള പോലീസ് മാത്രമേ ഉള്ളൂ 1000 പോലീസ് എന്ന് പറഞ്ഞാൽ. ഒരുപക്ഷെ കേരളത്തിലൊക്കെ 1000 പോലീസുകാർ എന്ന് പറഞ്ഞാൽ വലിയ സംഭവം തന്നെയായിരിക്കും. പക്ഷെ അവിടുത്തെ ഒരു പ്രതിഷേധമൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോ ഏതായാലും പ്രതിഷേധം കൊടുമ്പിരി കൊണ്ടു പോകുന്നു എന്ന് മാധ്യമങ്ങൾ തള്ളിമറിക്കുന്നു. അവിടെ ഞാൻ ഈ വിഷ്വലൊന്നും അങ്ങനെ കാണുന്നില്ല. വൈകുന്നേരം 5 മണിക്കകം ഒരുപാട് പേര് വരുമെന്ന് പറഞ്ഞു. പക്ഷെ ഏതായാലും ഒന്നുറപ്പാണ്, ഇപ്പോൾ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ഈ ഇന്ത്യയിൽ ഏത് പുതിയ പ്രതിഭാസം വന്നാലും, ഇല്ലെങ്കിൽ പുതിയ വിസ്മയങ്ങൾ വന്നാലും, പുതിയ പാർട്ടികൾ വന്നാലും എല്ലാം BJPക്കാണ്. BJPയുടെ ബി ടീം എന്നാ ഇപ്പൊ പറയുന്നത്. അണ്ണാമലെ പുതിയൊരു പ്രസ്ഥാനം രൂപീകരിക്കുന്നുണ്ട്, അതും BJPയുടെ ബി ടീമാണെന്നാ പറയുന്നത്. വിജയുടെ വന്നു, അത് BJPയാണ് ഇതിന്റെ പിന്നിൽ. ഇപ്പൊ പാർട്ടികളുടെ കാര്യത്തിൽ ഇന്നലെ വരെ പറഞ്ഞതല്ല ഇന്ന് പറയുന്നത് ഇത് സംഘപരിവാറിന്റെ കളിയാണ്, പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാൻ നടത്തുന്ന കളിയാണ്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന അതേ ആരോപണങ്ങളും കാര്യങ്ങളുമാണ് ഈ പാർട്ടികൾ ഉന്നയിക്കുന്നത്. അതിന് വോട്ട് സ്പ്ലിറ്റ് ആക്കുക. പണ്ട് ആം ആദ്മി വന്നത് ഓർമ്മയുണ്ടോ? ആം ആദ്മി വന്നിട്ട് എന്താ ചെയ്തത്? പ്രതിപക്ഷത്തെ ശിഥിലമാക്കുക. എന്നിട്ട് ഇന്നിപ്പോ അവന്മാരെവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇപ്പൊ വരുന്നുണ്ട്. അതായത് ഇന്നലെ വരെ പാർട്ടികളായിരുന്നു തന്തയെങ്കിൽ ഇന്ന് ആ തന്ത മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി പുതിയ ആളുകൾ വരും. എന്തായാലും ഇന്ന് സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. സംഘർഷം ഉണ്ടാകുകയാണെങ്കിൽ ഒന്ന് കത്തിക്കണമെന്ന് വെച്ചാൽ എന്തായാലും പോലീസുകാർക്ക് ഒരു നിർദ്ദേശവും കേന്ദ്രം നൽകിയിട്ടുണ്ട്. ആത്മസംയമനത്തോടെയും വളരെ സ്നേഹത്തോടു കൂടിയും പെരുമാറണമെന്നാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതായത് ഇവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലൊരു പ്രകോപനം ഉണ്ടായാലും കൈവെക്കരുത് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ഏതായാലും ചീറ്റി എന്ന് തന്നെ പറയാം. ഇത്രയും വലിയ ഹൈപ്പ് ഉണ്ടാക്കിക്കൊണ്ട് വന്നൊരു സാധനം 8 നില പൊട്ടി. ചീറ്റി എന്നുള്ളതിനകത്ത് അപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് 2 or 3 ദിവസത്തിനകം, അല്ലെങ്കിൽ കുറച്ച് ദിവസത്തിനകം ഇതൊക്കെ ഒന്ന് കെട്ടടങ്ങി കഴിയുമ്പോൾ ഈ പറയുന്ന അഭിജിത്തിനെ പോലീസ് കസ്റ്റഡി എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ അമേരിക്കയിൽ നിന്ന് ഡിപ്പോർട്ട് ചെയ്തതാണെന്നുണ്ടെങ്കിൽ അതിന്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്ന് കരുതി അദ്ദേഹത്തെ അജീവനാന്തായാലും ജയിലിൽ ഇടുമെന്നല്ല ഞാൻ പറഞ്ഞത്, കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അപ്പം ഒരു ഹൈക്ക് ചിലപ്പോൾ ഇവർക്ക് കിട്ടിയേക്കുമായിരിക്കും.
ഇവർക്ക് ഈ സോഷ്യൽ മീഡിയയ്ക്ക് അപ്പുറത്തേക്ക് ഈ സാധനം ഇല്ലെന്നേ ഉള്ളൂ. ഞാൻ അതാണ് ധനുഷോട് എപ്പോഴും പറയുന്നത്. ധനുഷ് ഈ സോഷ്യൽ മീഡിയ കരുത്ത് കാണിച്ചിട്ട് ഒരു കാര്യം, പണ്ടും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, സോഷ്യൽ മീഡിയ നമ്മളൊരു ഫോട്ടോ ഇട്ടാലോ നമ്മൾ രണ്ടുപേര് പോസ്റ്റ് ഇട്ടാലോ ലൈക്ക് കിട്ടും, വോട്ട് കിട്ടില്ല. വോട്ട് കിട്ടണമെങ്കിൽ സാധാരണപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നിന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുത്ത് അവരോടൊപ്പം നിൽക്കണം. ഇപ്പൊ ഒരു വീട്ടിൽ വെള്ളം കയറുന്നു, ഞാൻ ആ വീടിന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ലൈക്ക് കിട്ടും, വീട്ടുകാരൻ എന്തെങ്കിലും ആശ്വാസം കിട്ടുമോ? ഞാൻ നാളെ ഇലക്ഷന് മത്സരിച്ച് ആ വീട്ടുകാരൻ എനിക്ക് വോട്ട് ചെയ്യോ? ഇല്ല. നേരെ കുറച്ച് ഞാൻ ആ വീട്ടിൽ പോയി അവർക്ക് ആ വെള്ളപ്പൊക്ക സമയത്ത് വേണ്ട സഹായങ്ങൾ ചെയ്താൽ അവരെന്നെ മറക്കില്ല, എനിക്ക് വോട്ട് ചെയ്യും. അതാണ് ഇതിൽ സംഭവം. സോഷ്യൽ മീഡിയ നമുക്കൊക്കെ പുലികളാകാം, കടുവകളാകാം, അതിനകത്തൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇല്ല. ഏതായാലും വീണ്ടും പ്രതിപക്ഷം അവരുടെ അടുത്ത പ്രതീക്ഷയുടെ പ്രത്യാശയുടെ പുതിയ അപ്പനും ചീറ്റി എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.